സിനിമ ഉറപ്പായിട്ടും പ്രേക്ഷകനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല. അത് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ എന്ന് പറയുകയാണെങ്കിൽ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഏത് രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ സ്കൂൾ ടൈമുകളിൽ ഒക്കെയാണ് സേതുരാമൻ CBI എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അതിനകത്ത് മമ്മൂക്ക ബാക്കിലോട്ട് മുടി ചെയ്യുന്നതും കുങ്കുമക്കുറി തൊടുന്നതും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ അതുപോലെ എൻ്റെ സ്കൂളിൽ ഒരുങ്ങിപ്പോയിട്ടുണ്ട്. ആ സമയത്ത് ക്രോണിക് ബാച്ചിലർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ സ്റ്റൈലുകളും ഒക്കെ, അല്ലെ കല്യാണം, അങ്ങനെ എല്ലാ ആ സമയങ്ങളിലെ സിനിമകളുടെ പല രീതികളിലും രൂപങ്ങളും എക്സ്പ്രഷനുകളും അന്നത്തെ ദിലീപ് സിനിമകളിലെ ഹ്യൂമറുകൾ പലതും ഇന്ന് സ്റ്റിക്കറുകളാകുന്നതിന് മുമ്പ് തന്നെ ക്ലാസ് റൂമുകളിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സിനിമ സ്വാധീനിക്കുന്നു. അപ്പോൾ ഈ വയലൻസും കാര്യങ്ങളും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഈ വീടിൻ്റെയും സ്കൂളിൻ്റെയും പേരൻറ്ഹുഡിൻ്റെയും നല്ല ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു പരാജയമാണെന്നേ ഞാനത് പറയുള്ളൂ. കാരണം എന്നെ ഒരിക്കലും ഇപ്പം സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞ സിനിമ അന്ന് ഞാൻ കണ്ട് കുങ്കുമക്കുറി ഇട്ട് നടക്കുന്നതാണ് എന്നെ സ്വാധീനിച്ചത്. എന്നെ ഒരിക്കലും അതിൻ്റെ അത് ജഗദീഷേട്ടൻ തലക്കടിച്ച് കൊല്ലുന്നത് എന്നെ സ്വാധീനിച്ചിട്ടില്ല. കാരണം അത് റോങ് ആണ് എന്ന്, അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രൈമാണെന്നുള്ളതുമൊക്കെ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ബെറ്റർ പേരൻറ്ഹുഡ് എനിക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും അത്രയേറെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവരെന്നെ കൃത്യമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ടീച്ചേഴ്സുമായിട്ട് എനിക്കിപ്പോഴും നല്ല റിലേഷൻഷിപ്പാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ ഓരോ സിനിമ ഇറങ്ങുന്നതിന് മുൻപും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ടീച്ചറെ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അയക്കുന്ന ഒരു മെസ്സേജുകൾക്ക്, മോനെ ഞങ്ങളുടെ പ്രാർത്ഥന എന്നും നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ബന്ധം ഇപ്പോഴും എൻ്റെ ടീച്ചേഴ്സുമായിട്ട്, എന്നെ പഠിപ്പിച്ച മിക്ക ടീച്ചേഴ്സുമായിട്ട് എനിക്കതുണ്ട്. അതെത്രത്തോളം ഉണ്ട് ഇന്നത്തെ സമൂഹത്തിൽ എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും എൻ്റെ സിനിമയുടെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ലഹരികളും യൂസ് ചെയ്യുന്ന ആളല്ല. എൻ്റെ കൂടെയുള്ള അസിസ്റ്റൻസിനെ അങ്ങനെ ആരെങ്കിലും യൂസ് ചെയ്യുന്ന ഒരാൾ എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടാൽ അടുത്ത ദിവസം പോലെ അയാളുടെ സെറ്റിൽ ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പരിധിവരെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങളുടെ ലഹരി എന്ന് പറയുന്നത് ഈ സിനിമയൊക്കെ ഇങ്ങനെ നിറഞ്ഞോടുമ്പം കിട്ടുന്ന ഒരു വല്ലാത്തൊരു ഒരു തരം ഹരമുണ്ടല്ലോ. ആ സിനിമ ഉണ്ടാക്കുക, സിനിമ കണ്ടിട്ട് ആളുകൾ നമ്മളെ വിളിച്ച് നമ്മളെ ചേർത്ത് നിർത്തുക. അല്ലെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ഞാൻ ആ മുറിയിൽ കയറി വന്നപ്പോൾ എന്നെ ഇത്രയൊക്കെ ആളുകൾ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് എന്നോടുള്ള സ്നേഹത്തിനേക്കാൾ കൂടുതലായിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പകുതിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതാണ് ആക്ച്വലി ലഹരി എന്ന് എന്നെ പഠിപ്പിച്ച അതാണ് ഞാൻ പറയുന്നത്, എന്താണ് സന്തോഷം എന്ന് പറയുന്നതിനെ തേടിയുള്ള പോക്കാണ് എന്നെ സംവിധായകനാക്കിയത്. അപ്പം ഒരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്തിട്ട് അണപ്പോടുകൂടി പുറത്തേക്ക് ഇറങ്ങുന്നൊരവസ്ഥയില്ലേ നമുക്ക്. ഇപ്പോൾ കഥകളി ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിൻ്റെ മോണോ ആക്ട് ആണെങ്കിലും, അല്ലെങ്കിൽ 30 മിനിറ്റിൻ്റെ നാടകമാണെങ്കിൽ അത് കളിച്ചിട്ട് ഒരു ശ്വാസം ഇങ്ങനെ കിട്ടാത്ത ഒരു അണപ്പോടുകൂടി ഇങ്ങനെ നമ്മൾ സ്റ്റേജിൻ്റെ ബാക്കിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നൊരു പൊതിച്ചിലുണ്ട്. ഇത് കണ്ട് ആസ്വദിച്ചവരുടെ ഒരു പൊതിച്ചിലുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞ ലഹരി. ആ ലഹരിയാണ് എൻ്റെ കൂടെയുള്ള കൂട്ടുകാരോടും കുട്ടികളോടും ഒക്കെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ലഹരിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു. അപ്പം ഞാനത് വളരെ ശക്തമായിട്ടും എനിക്ക് വളരെ ഉറപ്പോടുകൂടിയും വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു ലഹരി അല്ല എന്ന് വിശ്വസിക്കുന്ന ഇന്ന് യുവതലമുറകൾ പറയുന്ന ഒന്നിനേക്കാൾ വലിയ ലഹരി ആണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നതിൻ്റെ വിജയമാണ് സത്യം പറഞ്ഞാൽ തുടരും. ഇപ്പോൾ തുടരുമെന്ന് പറഞ്ഞ സിനിമ അങ്ങനെ വിജയിച്ച് നിൽക്കുമ്പോഴും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ലഹരികൾക്കൊക്കെ അപ്പുറത്തേക്ക് സിനിമ മാത്രം, അല്ലെങ്കിൽ ആ സന്തോഷം മാത്രം ലഹരിയായി കണ്ടെത്തിയതിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് തുടരുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതും ഒരു വലിയ സന്തോഷമാണ്. അപ്പം സാറ് പറഞ്ഞ ചോദ്യത്തിൻ്റെ കൃത്യമായി അടയാളപ്പെടുത്തുന്നത് പറയുന്നത്, വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമാണ് ഈ ബോധ്യം തുടങ്ങേണ്ടത്. സിനിമയാണ് ഇതിനൊക്കെ കാരണമെന്ന് പറയുമ്പോൾ, സിനിമയെന്നുള്ളതല്ല, നമ്മൾ എന്ത് കാഴ്ച കാണണം, സോഷ്യൽ മീഡിയയിൽ ഒരു മീഡിയ ഇടുന്നൊരു ആർട്ടിക്കിൾ കണ്ടാൽ പോലും അതിൽ നിന്ന് ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ബോധ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും തുടങ്ങണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മക്കളെ അങ്ങനെ വളർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും, അല്ലെങ്കിൽ ഇത് നിങ്ങളാൽ മറ്റുള്ളവരോട് കേൾക്കുമ്പോഴുമൊക്കെ നിങ്ങളിലും ആ പൗരബോധം, അല്ലെങ്കിൽ നിങ്ങളിലും ആ ബോധം ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.